നോക്കി നോക്കി ഇരുന്ന് ഓണം ഇങ്ങെത്തി. ഓണത്തിന് അത്തപ്പൂക്കളം ഇല്ലാതെ ഒരു ഓണം കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ലല്ലോ. അപ്പം അത്തപ്പൂക്കളം ഇടാനായിട്ട് കളറാക്കിയിട്ട് നമുക്ക് പൂ കിട്ടാനില്ല. പൂ കിട്ടാനുള്ളപ്പോഴാണ് എന്താ ഇങ്ങനെയുള്ള കളർ പേപ്പേഴ്സ്, ക്രീപ്പ് പേപ്പർ എന്ന് പറയും. ഈ ക്രീപ്പ് പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി അത്തപ്പൂ ഇടാം. അതായത് ഇതിന് നമുക്ക് ആവശ്യമുള്ള കളേഴ്സ്, അതായത് ബ്രൗൺ ഒന്നും വേണ്ടാലോ. ബ്രൗണൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വല്ല ചെടിയുടെ ഒക്കെ ഇലയൊക്കെ എടുത്തിട്ട് ബ്രൗൺ ആക്കി യൂസ് ചെയ്യും. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ബോർഡ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. മാക്സിമം ഡിസൈൻ ഒന്ന് ചുരുക്കി വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതിന് പശ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം മാക്സിമം ഡിസൈൻ ചുരുക്കി വരച്ചുകൊണ്ട്, എന്നാലും ഇത് അത്യാവശ്യം ഡിസൈൻ ഉണ്ടെന്ന് പറയാം. ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് ആ പേപ്പേഴ്സ് കട്ടിയെടുക്കണം. ആ മടക്ക് വെച്ചിട്ട് തന്നെ കട്ടിയെടുത്താലും മതി. എന്നാൽ ഈ തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കണം. എല്ലാ കളേഴ്സ് അരിഞ്ഞെടുക്കണം. ഇതിന് ഞെവിടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. നല്ല ഇങ്ങനെ ഒന്നൊന്ന് വിട്ടായിട്ട് വരും ഓരോരോ പേപ്പർ. നമ്മൾ ടിഷ്യൂ പേപ്പർ ചെയ്യുന്ന അത്രയും പാടില്ല ഇത് ചെയ്യാൻ. ഇത് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന് ഞാൻ ആദ്യം നമ്മുടെ ഗ്ലൂ എടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ എവിടാണോ പാർട്ട് വരച്ചേക്കുന്നത് ആ ഭാഗത്ത് മാത്രം വെള്ളമയം, അതായത് ഗ്ലൂ പുരട്ടുക. എന്നിട്ട് അത്രയും ഭാഗത്ത് മാത്രം നല്ല തിക്കായിട്ട് ഈ ഏത് കളർ വേണം ആ കളർ നല്ല തിക്കടിടുക. ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കണം കേട്ടോ. അമക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പറെ പിടിച്ചിട്ട് ഒന്ന് ഒട്ടി നിൽക്കും. എന്നിട്ട് ഒട്ടാത്ത കുറച്ച് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ചിടാം. എന്ന് വെച്ചാൽ കമത്താന്നുണ്ടെങ്കിൽ ഇത് പൊഴിഞ്ഞിട്ട് താഴെ വീഴും. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് താങ്ക് മാറ്റിയിടാം. അങ്ങനെ എല്ലാ കളേഴ്സും അതുപോലെ ഒരു ടൈമിൽ ഒരു കളർ മാത്രമേ എടുക്കാവുള്ളൂ. എല്ലാ കളറും ഒന്നിച്ച് മിക്സ് ആക്കരുത്. ഒട്ടിക്കരുത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ മാക്സിമം ഒരു ടൈമിൽ ഒറ്റ കളർ മാത്രം ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ അതായത് പശയും വെള്ളത്തോടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല കട്ടിക്കായിട്ട് എടുക്കണം. കട്ടിക്കെടുക്കുന്ന ബെറ്റർ. ഞാൻ കുറച്ച് ലൂസായിപ്പോയി എൻ്റെ പശ. അത് കാരണം അത്ര അങ്ങോട്ട് സുഖം വന്നില്ല. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഏത് ഭാഗത്താണോ വേണ്ടത് അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഓരോ തവണ കുടയും തോറും നമുക്കിങ്ങനെ ഈ പേപ്പർ പൊഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പൊഴിഞ്ഞു വരാതിരിക്കാനായിട്ട് കുറച്ചുകൂടെ നമുക്ക് കട്ടിക്ക് പശ നല്ലതായിട്ട് അമക്കി കൊടുക്കണം. അമക്കുന്നുണ്ടെങ്കിൽ ആ നനവ് ഉണങ്ങിക്കഴിഞ്ഞാലും ആ ഒരു പശ കൊണ്ട് ആ പേപ്പേഴ്സ് അവിടെ നിന്നോളും. അപ്പോൾ ഇത് പോവില്ല. അപ്പോൾ ഈ ഓറഞ്ച് ലാസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ തട്ടിക്കളഞ്ഞ് മാറ്റിയിട്ട് പിന്നെ എറമ്പ് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്, അവിടെ ഞാൻ വൈറ്റല്ല ഒരു ക്രീം കളർ അതിട്ടിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനെന്താണ് ഈ വെള്ളമയം കാരണമാണ് ഇതങ്ങ് ബോർഡ് വളഞ്ഞ്. അതിനെ പിന്നെന്താണ് ഇതിൻ്റെ വേറൊരു സൈഡിലൂടെ കാർഡ്ബോർഡിൻ്റെ കാർട്ടൂണിൻ്റെ ഉണ്ടായിരുന്നു. സെയിം സൈസ് കട്ട് ചെയ്തിട്ട് രണ്ട് ഹസ്ബൻഡാണ് ചെയ്ത് തന്ന സെയിം സൈസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്തിരുന്നു. അപ്പം അത്യാവശ്യം ഒന്ന് ലെവലായി കിട്ടി. അത് ഇല്ലെങ്കിൽ ഈ തറയിൽ വയ്ക്കുമ്പോഴത്തേന് ഇത് ഇങ്ങനെ കിടന്ന് വളഞ്ഞ് കിടന്നാൽ അതൊരു സുഖമില്ല. അതിനാണ് ലെവലാക്കിയിട്ടത്. സെൻറ്ററിൽ പിന്നെ പൂവൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ക്യാൻഡിലോ നിലവിളക്ക് എൻ്റെ ഇല്ലായിരുന്നു. നിലവിളക്ക് ഇല്ലാത്തതുകൊണ്ട് ക്യാൻഡിൽ വാങ്ങിച്ച് സെൻറ്ററിൽ വെച്ചു. അതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡാർക്ക് റെഡ് കളറിൻ്റെ പൂ ഇല്ലായിരുന്നു. പിന്നെ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കാം. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. കാരണം ക്യാൻഡിൽ വെക്കാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ അങ്ങനെ ചെയ്ത് തട്ടിട്ട് കളേഴ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ടിന്നിലാക്കി വെക്കാൻ കണ്ടേ. എന്തെങ്കിലും യൂസ് വന്നാലോ എന്ന ഉദ്ദേശത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.